എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി കൃഷ്ണപ്രസാദ് ഒപ്പം ചേരുകയാണ്. ജി കൃഷ്ണപ്രസാദ്, നമസ്കാരം. ഈ ആന ഉടമകളെ സഹായിക്കുന്ന വിധത്തിലാണ് ഈ കള്ളക്കണക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഏഞ്ചൽസ് നായർ ആരോപിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതെങ്ങനെയാണ് ഇതിലൂടെ ആന ഉടമകളെ സഹായിക്കപ്പെടുന്നതെന്ന് നമുക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ആന ഉടമകളെ സഹായിക്കുന്നതിന് വേണ്ടി എന്തിന് കള്ളക്കണക്ക് നൽകണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ധാരണയില്ല. നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ എന്തായാലും നാട്ടാനകളുടെ എണ്ണത്തിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതിന് കാരണം 72-ന് ശേഷം കേരളത്തിൽ ഒരു ആനയും ലേലം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത്. അതായത് പുറത്തുനിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഈ ചെരിഞ്ഞ ആനകൾ ഉണ്ടെങ്കിൽ പോലും അവയെ ലിസ്റ്റിൽ നിലനിർത്തിക്കൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ട് വരുന്ന തരത്തിലായിരിക്കും അദ്ദേഹം ആരോപിക്കുന്നത്. അതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ പറയുന്നത് അത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തേണ്ട ഒന്നാണ്. അത്തരത്തിൽ ഒരു ആന ചൊരിഞ്ഞു എന്നതിന്റെ പേരിൽ പുറത്തുനിന്ന് വേറൊരു ആനയെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അസാധ്യമായ ഒന്നാണ്. ഇതിനെന്തോ പർവ്വതീകരിച്ച് ഇതിന്റെ പിന്നിൽ എന്തോ ഭയങ്കര മാഫിയ പ്രവർത്തനം നടത്തുന്നു എന്നുള്ള തരത്തിലൊക്കെ വലിയ പ്രചാരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരാഗ്രഹിക്കുന്നത് കേരളത്തിൽ നാട്ടാനകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് സമീപനം സ്വീകരിക്കുന്നവരാണ്. അവർക്ക് അത് അത്തരം സമീപനം സ്വീകരിക്കാൻ അവർക്ക് അവകാശമുണ്ട്, നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഇന്ന് 350-ൽ താഴെ 330-ന് മുകളിൽ മാത്രമാണ് നാട്ടാനകളുള്ളത്. കേരളത്തിലെ ഉത്സവാചാരങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് ആനകളുടെ എണ്ണം പരിമിതമായി ചുരുക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ശരി, ജി കൃഷ്ണപ്രസാദ്.